സോഷ്യൽ മീഡിയയിൽ ഒരു പാവ മനുഷ്യനെ കരിവാക്കിയിട്ട് ഒരു പെണ്ണ് വീഡിയോ എടുത്ത് എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ലക്ഷ്യം റീച്ച്, ഫോളോവേഴ്സ്, നല്ല കമൻസ്, കുറച്ച് ആ മനുഷ്യനെ തെറി പറഞ്ഞ കമൻസാണ്. ഈ പെണ്ണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ആ ഒരു പോസ്റ്റിന് താഴെ കുറിച്ചിന് അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം. ഏകദേശം 40-50 പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ള സീറ്റുകൾ ഒഴിഞ്ഞ് കിടന്നിട്ടും എൻ്റെ അടുത്ത് വന്നിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിട്ടും സീറ്റിൽ മുട്ടിയുരുമ്മി ഇരിക്കുമ്പോൾ ഞാൻ ഒതുങ്ങിയിരുന്നു. ചോദ്യം, നോട്ട് ദ പോയിന്റ്. മറ്റുള്ള സീറ്റ് ഒഴിവുണ്ടായിട്ടും ഈ കുട്ടി അങ്ങനെ ഇരിക്കേണ്ട ആ കാര്യം എന്ത്? ഈ കുട്ടിക്ക് പറഞ്ഞൂടെ, ചേട്ടാ അവിടെ സീറ്റ് കാലിയുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്നൂടെ, എനിക്കൊരു അസ്വസ്ഥത തോന്നി, ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാമെന്നും പറയാം. അത് ചെയ്തിട്ട. വീണ്ടും അയാൾ അറിയാതെ ഭാവത്തിൽ എൻ്റെ ദേഹത്ത് തൊട്ട് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്. മെലിഞ്ഞ ശരീരമായിട്ടും ആ കുട്ടിൻ്റെ ശരീരത്തിന് വർണ്ണിക്കുകയാണ്. അയാൾ മാക്സിമം എന്നെ ഞെരുക്കിയിരുത്താൻ നോക്കി. ഒരിക്കലും നടക്കാത്ത കാര്യം. 10, 9, 8, 7, 6, 5, 4, 3 ഈ പ്രായത്തിലെ കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് വിശ്വസിക്കാം. 18+ ഉള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 15+ ഉള്ള ഒരു കുട്ടിനെ ഞെരുക്കിയിരുത്താൻ നോക്കിയാൽ മോന്ത കടി കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തു. മനസ്സിലായില്ലേ? തെളിവിന് വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെയും ചെയ്യാം. ഈ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തതിന് ശേഷം ഈ കുട്ടിക്ക് പ്രതികരിക്കാം. മനസ്സിലായില്ലേ? ഇത് ഈ പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനെ അവർ ഞെരുക്കി ഇരുത്താൻ നോക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് അപ്പുറം മാറിയിരുന്നില്ല? എന്തുകൊണ്ട് അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവിടെ ഇരിക്കുക, അയാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്തുകൊണ്ട് പറയാത്തത്? അതോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ, നീ ചെയ്ത ഈ ഒരു വീഡിയോയിൽ ആ ഒരു മനുഷ്യൻ അനങ്ങുന്നവരെയില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു കൈ തണ്ടയിൽ ഇങ്ങനെ ചൊറിയാൻ മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൈ വന്ന് ഇവളെ മേലെ തട്ടിയാനെ. ആൾ കുറ്റക്കാരൻ തന്നെയാണ്. ഇനി എവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇതിന്ന് നീ ഊരണം കുറച്ച് പണിയുണ്ട്. നിൻ്റെ ഈ ഒരു കുറിപ്പ് മതി നിനക്ക് എതിരായിട്ട് നിൽക്കാൻ. മറ്റുള്ള സീറ്റ് ഒഴിഞ്ഞ് കിടന്നിട്ടും നീ എന്തുകൊണ്ട് അവിടെ പോയി ഇരുന്നില്ല? ഓക്കെ, സീറ്റ് ഒഴിവില്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സീറ്റ് ഒഴിഞ്ഞ് കിടന്നിട്ടും വീഡിയോസ് നീ ചെയ്ത് എന്തുണ്ടെങ്കിൽ നിനക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരു റീൽസ് മാത്രം കാണുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ ആ ഒരു മനുഷ്യനെ 2 തെറിയും പറഞ്ഞിട്ട് അവിടെ ഇരുന്നേനെ. നീ അത് ചെയ്തിട്ട. നീ ചെയ്തെന്താണ്? വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡാക്കി. മാന്യനല്ലാത്ത ഒരാൾ, മാന്യതയുള്ള നീ ചെയ്തത് മാന്യത ഇല്ലാതിനേക്കാളും വില ചെറ്റത്തരാണ്. തന്തൻ്റെ പ്രായമുള്ള ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം, എങ്ങനെയെങ്കിലും റീച്ചായിട്ട് കിട്ടണം. അതാണ്, വ്യൂസ് കിട്ടണം, ഫോളോവേഴ്സ് കിട്ടണം. അതിന് വേണ്ടി മാത്രം നീ ചെയ്യുന്നതാണ്.